2-3 ഡേയ്സ് മുന്നേ നമുക്കൊരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. കട്ടപ്പനയിലാണ്. സാധാരണ എറണാകുളത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് പോകാൻ അത്രയും ദൂരം ഉള്ളതുകൊണ്ട് വർക്ക് എടുക്കാത്തതാണ്. പക്ഷേ ഇന്നെന്തോ നമ്മൾ 3 പേരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ട്രിപ്പ് മൂഡായിട്ട് കണ്ട് നമുക്ക് കട്ടപ്പനയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഒറ്റ മൈൻഡിലെടുത്തൊരു വർക്കാണ് കേട്ടോ. ശരിക്കും മഴയൊക്കെയായി നിൽക്കുന്നത് കൊണ്ടൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, പോകുന്ന വഴിയിൽ ഇനി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ മഴയില്ല എന്നല്ല, മഴയുണ്ടായിരുന്നു, നല്ല കോട ഉണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു. പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. കോതമംഗലത്ത് നിന്ന് നമുക്ക് പ്രിയദർശിനി ബസ്സായി കിട്ടിയിരിക്കുന്നത് ടു കട്ടപ്പന. സോ നമുക്ക് ഏകദേശം ഒരു 400 രൂപ അടുപ്പിച്ച് ലാഭിക്കാൻ പറ്റി. അങ്ങോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയല്ലോ. പിന്നെ സ്നാക്സ് എന്തൊക്കെ നമ്മൾ കയ്യിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതുമൊക്കെ നമ്മൾ ബസ്സിരുന്ന് കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര പോകുന്ന വഴിക്ക് ഫുൾ കോട കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻജോയ് ചെയ്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് വർക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്നൊരു മൈൻഡേ ഉണ്ടായിരുന്നില്ല. അത്രയും രസമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കോതമംഗലത്ത് നിന്ന് കട്ടപ്പന ബസ്സിലേക്ക് കയറിയത്. 3:15 ആയപ്പോൾ നമ്മൾ കട്ടപ്പന എത്തി കേട്ടോ. കട്ടപ്പന എത്താറായപ്പോഴേക്കും ഫുൾ കോടയായിട്ടുണ്ട്. റോഡിലൊക്കെ ഫുൾ കോടയാണ്. നല്ല തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇപ്പം ഇല്ല. എവിടെയെങ്കിലും പോയെന്ന് തണുപ്പടിച്ചിട്ട് എവിടെയെങ്കിലും കഴിച്ച് കണ്ടിരിക്കുന്ന ഒരു മൈൻഡാണ് കേട്ടോ ഫുള്ള്. പക്ഷെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇവിടെയാണ് നമുക്കിന്ന് വർക്ക് ഉള്ളത്. വൈറ്റ് ഹൗസ് കൺവെൻഷൻ സെൻറ്റർ കട്ടപ്പനയിലാണ്. അവിടെ ഒരു അവാർഡ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യുക, അതാണ് നമ്മുടെ പരിപാടി. ഈ റോസൊക്കെ നമുക്ക് അവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാനുള്ളതാണ്. പിന്നെ അവിടെ കുറേ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഏകദേശം ഒരു 10 മണി ആകാറൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പരിപാടി കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണാം.